പുത്രതായിമാരെ അങ്ങനെ സർവ കർമ്മങ്ങളും കഴിഞ്ഞു അല്ലെ. നീരാട്ടം തൊഴേണ്ടതായ അനുഭവം, ആ അനുഭവത്തെങ്കിലേക്ക് അങ്ങനെ കൈയെടുക്കുന്ന സമയം ആയതുകൊണ്ട് അനേകം ചൊല്ലുന്നില്ല. ഞങ്ങൾ താല്പര്യം ഒരു ഗീതോപദേശത്തിനോ ഒരു വിദുരവാക്യത്തിനോ ചൊല്ലിയുന്നില്ല. ചൊല്ലേണ്ട തന്നെ ചൊല്ലി ആരെ അല്ലെ. ആ ചൊല്ലിയിരിക്കുന്ന മൊഴികളെയെല്ലാം വേണ്ട വിധത്തിൽ കുടുംബാദികളാകുന്ന നിങ്ങളെ ഏവരും മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ട് വീണ്ടും മത്സരം വന്ന് തികയിച്ചിട്ട് ധനമാസം 12-ാം തീയതി എന്നിരിക്കുന്നതായ പൊഴുതുകൊണ്ട ആ തൽപ്പോഴത്തേക്കൽ വീണ്ടും കാണുവാനുള്ളതായ വഴിക്കായിട്ട് പ്രാർത്ഥിച്ചോ എല്ലാവരും കേട്ടോ. അതിനിടയിൽ നേരത്തെ ചൊല്ലിയിരിക്കുന്നതായ ഒരു മഹൽ കർമ്മമുണ്ട് അല്ലെ. കന്യാഭ്രാന്തന്മാരിൽ വരുന്നിരിക്കുന്നതായ ആ ഒരു മഹാസംരംഭം അവിടെ ചങ്ങനാൽവർ ചൊല്ലി നേരത്തെ അല്ലെ. അല്പം മാത്രമുള്ളതായ അനുഭവങ്ങളെല്ലാം അതിന്റെ പ്രാരംഭത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് നീങ്ങിയിട്ടില്ല എന്നാണ് ചങ്ങനാൽവർ ചൊല്ലുന്നത്. അതിന്റെ ചില വഴികളാണ് നേരത്തെ ഇവിടെ കണ്ടത്. ആവട്ടെ തരും. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ അല്ലെ. പുതുക്കുടിനായിമാരും ശേഷം അങ്ങനെ നിലനിർത്തപ്പെട്ടതായ ഒരു സ്ഥാനം, ഇളംകുറ്റി പെരുമരിയൻ എന്നിരിക്കുന്നതായ പെരുമയുള്ള സ്ഥാനം, ആ ആചാര്യസ്ഥാനം, അതിലൂടെയുള്ളതായ വംശപരമ്പര അല്ലെ. നിങ്ങൾ എന്നിരിക്കുന്ന മഹത്വമാർന്ന കുലം അല്ലെ. കല്ലാടി, ഇളംകുറ്റി പെരുമരിയൻ കല്ലാടി, ആ കുലത്തിങ്കലേക്ക് ചേർത്ത് വെച്ച് തന്നിട്ടുണ്ട് സർവ്വതും അല്ലെ. നാനാദേശത്ത് നാനാ ആചാര അനുഭവങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെയെല്ലാം പൂർവികന്മാരെന്നിരിക്കുന്നതായ ഉത്തമ പൂർവ്വസൂരികൾ, ആ മഹാചാര്യന്മാര് അവര് നിറവേറ്റിയതായ കർമ്മം ഇന്ന് നിങ്ങളിലേക്കാണ് തലമുറകളിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ളത് അല്ലെ കല്ലാടി. ആയതുകൊണ്ട് മഹാരഥന്മാരായിരുന്ന ആ ആചാര്യന്മാരെല്ലാം മൺമറഞ്ഞു പോയി എന്ന് വരികിലും അവര് നിങ്ങളിലേക്ക് തന്നിരിക്കുന്നതായ ഈ കർമ്മം അത് ഭദ്രമാക്കി തന്നിട്ടുണ്ട് നിങ്ങളിൽ. അത് അവിടെ വെച്ചിട്ടും കളമറിഞ്ഞിട്ട് കളിക്കാനുള്ള കരുക്കളാക്കിയിട്ട് നിങ്ങളെ കരുത്ത് കുറക്കാതെ ആ തൃക്കനാലപ്പനും സർവോപരി പനയാലപ്പൻ